സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ഞാൻ കുറച്ച് നേരത്തിന് മുമ്പ് ഷാജൻ സ്കറിയയുടെ ഒരു വീഡിയോ കാണാനിടയായി. ഷാജൻ സ്കറിയാക്ക് കുരു പൊട്ടിയിരിക്കുകയാണ്. അതായത് പള്ളുരുത്തി സെൻറ്റ് റീത്താസ് പബ്ലിക് സ്കൂളിലെ പ്രിൻസിപ്പള് ആ സ്ത്രീയെ പറ്റി പിശാചെന്നാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വരുന്നത്. പിന്നെ പല്ലിങ്ങനെ 2 കൊന്തപ്പല്ല് യക്ഷിയുടെ പല്ലും വെച്ച് അങ്ങനെ നിൽക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. സത്യത്തിൽ അത് തന്നെയാണ് ആ രൂപം. പിന്നെ ചിരിച്ച് പല്ലിച്ച് കാണിക്കുന്നെങ്കിലും ആ ഉള്ളിൽ എന്ന് പറയുന്ന ദൃഷ്ടം 2 എണ്ണം ആ പല്ല് അത് പിന്നെ യക്ഷിയുടെ പല്ല് തന്നെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വാളിൽ വിടുന്നത്. പിന്നെ വേറൊന്നില് കാക്കി ട്രൗസർ അതും ഇട്ട് പിന്നെ ബീഫ് കണ്ടിക്കുന്നത്. ബീഫ് ഇപ്പോൾ കണ്ടിക്കുന്നതിന് അതിനെന്ത്, ബീഫ് ആരും കഴിക്കില്ലേ? കേരളത്തിലുള്ള എല്ലാവരും കഴിക്കും. സംഘപരിവാറുകാരും കഴിക്കും, ക്രിസ്ത്യാനികളും കഴിക്കും, മുസ്ലിങ്ങളും കഴിക്കും, എല്ലാവരും കഴിക്കും ബീഫ് കണ്ടിക്കുന്നതിന്. അതൊക്കെ ഷാജൻ സ്കറിയാക്കി സഹിക്കുന്നില്ല. ഷാജൻ സ്കറിയ അങ്ങനെ കടിച്ചു പിടിച്ച് പറയാണ് ഇവിടെ വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിക്കുകയാണെന്ന്. ഇവിടെ വർഗീയ ധ്രുവീകരണവും പിന്നെ മതവിദ്വേഷവും ഒക്കെ പുലർത്തുന്നതും പിന്നെ പ്രചരിപ്പിക്കുന്നതും ഷാജൻ സ്കറിയാണ്. എന്നിട്ട് ഇപ്പോ ഒരു ക്രിസ്ത്യാനി പിന്നെ കന്യകയല്ലാത്ത കന്യാസ്ത്രീയെ പറ്റി പറഞ്ഞപ്പോഴത്തേക്ക് ആളുകൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട്. കാര്യം ഷാജൻ സ്കറിയയ്ക്ക് കിട്ടുന്നത് മുസ്ലിങ്ങളെ പറ്റി പറയുന്നത് മാത്രമേ കിട്ടുന്നുള്ളൂ. ഈ ക്രിസ്ത്യാനികളെ പറ്റി പറയുന്നത് കിട്ടുന്നില്ല. അതായത് ഹിന്ദു സഹോദരങ്ങൾ, മതേതരവാദികളായിരുന്നാലും ശരി, അല്ലാത്തവരായിരുന്നാലും, അതുപോലെ ക്രിസ്ത്യൻ സഹോദരങ്ങൾ, നല്ല അച്ഛന്മാർ, അവരൊക്കെ പറയുന്നതൊന്നും കേൾക്കുന്നില്ല. കേരളത്തിൻ്റെ സംസ്കാരം അനുസരിച്ച്, കേരളത്തിൻ്റെ പാരമ്പര്യം അനുസരിച്ച്, ഭാരത സംസ്കാരത്തെ പറ്റിയൊക്കെ ഘോരം ആ കന്യാസ്ത്രീ സംസാരിക്കുന്നത് നമ്മൾ ചാനലിൽ കണ്ടതാണ്. എന്തായാലും ശരി, ഭാരത സംസ്കാരം എന്താണെന്ന് പഠിച്ചിട്ട് വരണം. പിന്നെ ഷാജൻ സ്കറിയ നമ്മളെ പിന്നെ എന്താണ് ശശികലയുണ്ടല്ലോ, വിഷകല, മൂർഖം പാമ്പാണ്, അതുമായിട്ട് നിൽക്കുന്ന ഫോട്ടോയെ പറ്റി ഒരക്ഷരം മിണ്ടിയില്ല. അപ്പോൾ ഇവർ തമ്മിലുള്ള ഇതൊരു ഒത്തൊരുമയും ഇവിടെ സംഘർഷം ഉണ്ടാക്കാനായിട്ട് അവർ കാലേ കൂട്ടി പിന്നെ ആസൂത്രണം ചെയ്ത പദ്ധതികളൊക്കെ ആയിരുന്നത്. ഹിജാബ് എന്ന് പറയുന്നു, ഷാജൻ സ്കറിയ ഹിജാബ് പറയുന്നു. എന്ത് ഹിജാബാണ്? നിനക്ക് അതിൻ്റെ അർത്ഥം വല്ലതും അറിയാമോ? ഹിജാബ് എന്ന് പറയുന്നത് തലയിലൊരു തട്ടോ എന്ന് പറഞ്ഞാൽ മതി. നല്ല പച്ച മലയാളത്തിൽ ഹിജാബ് എന്ന് കേൾക്കുമ്പോൾ ജനങ്ങൾ തെറ്റിദ്ധരിക്കും എന്തോ ഭീകരമായ ഒരു സാധനമാണെന്ന്. നീ ഹിജാബ് എന്ന് ഇനി പറയുന്നത് ഷാജൻ സ്കറിയ, നീ എന്തിനാണ് ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന നാട്ടിൽ? തലയിലൊരു തട്ടം ഇട്ടു കൂടുതലായിട്ട് ആ കുട്ടി. അത് മാത്രമല്ല, അങ്ങനെ ഒരു നിഷ്കർഷ ഈ സ്കൂളിൽ ചേർക്കാമെന്ന 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. ആ സ്കൂളിൽ ചേരാമെന്നപ്പോൾ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഈ കുട്ടി പണ്ടേ തട്ടമിട്ട് തന്നെയാണ് സ്കൂളിൽ പോകുന്നത്. വീട്ടിൽ നിന്ന് തട്ടമിട്ട് ഇറങ്ങി വരും. പിന്നെ സ്കൂളിൽ വന്നപ്പോഴത്തേക്ക് ആരും തട്ടമിടുന്നില്ല എന്ന് അറിഞ്ഞിട്ട് ഈ കുട്ടി ഈ തട്ടം മുടക്കി ബാഗിനകത്ത് വയ്ക്കും. തിരിച്ച് ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി തിരിച്ചു പോകുമ്പോഴത്തേക്ക് ഈ തട്ടമിട്ട് നേരെ വീട്ടിൽ പോകും. ആ മാതാപിതാക്കൾ അറിയുന്നില്ല ഈ പ്രശ്നം. അങ്ങനെ ഒരു പ്രശ്നവുമില്ല. പിന്നെ അന്നത്തെ ദിവസം എന്ന് പറയുന്നത് അന്ന് വേറെന്തോ പരിപാടിയായിരുന്നു, ക്ലാസ് അല്ലായിരുന്നു. അപ്പോൾ ഈ കുട്ടി ക്ലാസ് അല്ലല്ലോ എന്ന് വിചാരിച്ച് തട്ടമിട്ടിട്ട് പോയതാണ്. അപ്പോൾ ഈ തള്ള കന്യാസ്ത്രീ, അതായത് സ്നേഹവും പിന്നെ എന്താണ് സേവനവും ആതുര ശുശ്രൂഷയും ഒക്കെ ചെയ്യുന്ന മാലാഖ പറയണ് അത് ഇടാൻ ഒക്കില്ല. ക്ലാസ്സിനകത്തോട്ട് കയറ്റുന്നില്ല, ക്ലാസ്സിന് പുറത്താക്കി എന്ന് ആരും പറഞ്ഞിട്ടില്ല. ക്ലാസ്സിനകത്തോട്ട് കയറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ പിന്നെ പുറത്താക്കിയതല്ലേ, പുറത്താക്കാതെ വേറെ സ്ഥലത്തിരുത്തി. അപ്പോൾ അവർക്ക് സഹിക്കാൻ വയ്യാത്ത കാര്യമാണ്, അത് അസ്വസ്ഥതയുണ്ടാക്കുന്നു. അപ്പോൾ ആ തള്ള ഇട്ടിരിക്കുന്ന ആ ലോഹയുണ്ടല്ല, അത് ആർക്കും അസ്വസ്ഥത ഉണ്ടാക്കുന്നില്ല. അപ്പൊ നിങ്ങൾക്കാകാം, ബാക്കിയുള്ളവർക്ക് ആയിക്കൂട. ഈ കേരളത്തിന്റെ പാരമ്പര്യം അനുസരിച്ച് ഞാൻ ട്രിവാൻഡ്രം സിറ്റിക്കകത്ത് എൻ്റെ മക്കൾ 3 പേര് പഠിച്ചതും നല്ല ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളിലാണ്. അവിടെയൊന്നും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല, ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. അവിടെ തട്ടമിടുന്നവരും തട്ടമിടാത്തവരും എല്ലാവരും കാണും. അതുപോലെ മലപ്പുറം, കോഴിക്കോട്, കാസർഗോഡ്, കണ്ണൂർ ഭാഗങ്ങളിലൊക്കെ മുസ്ലിങ്ങൾ ആവശ്യം പോലെ സ്കൂളുകൾ നടത്തുന്നുണ്ട്. എൻ്റെ ബന്ധുക്കൾക്കും ഉണ്ട് സ്കൂള്, നിലമേലുണ്ട്, MMHS ഹയർ സെക്കൻഡറി ഉണ്ട്, ഹൈസ്കൂളും ഉണ്ട്. എത്രയോ വർഷങ്ങളായി. തട്ടമിട്ട് വരാം, തട്ടമിടാതെ വരാം, പൊട്ട് തൊട്ട് വരാം, പൊട്ട് തൊടാതെ ഇടാതെ വരാം. അവിടെ എങ്ങും നിഷ്കർഷിക്കുന്നത് വേറെ നിയമങ്ങളുമില്ല. അവിടുത്തെ ആദ്യത്തെ പിന്നെ ഹെഡ് മാസ്റ്റർ തന്നെ കുട്ടൻ പിള്ള എന്ന കണ്ട പറയുന്ന ഒരു മനുഷ്യനായിരുന്നു എന്നാണ്. കടുവ കുട്ടൻ എന്ന് പറഞ്ഞ് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അത്ര ഭയങ്കരമായ ദേഷ്യവും കോപവും അങ്ങനെ നല്ല സ്ട്രോങ് ആയ ഒരു മനുഷ്യനായിരുന്നു. അവിടുത്തെ ആദ്യത്തെ പിന്നെ ഹെഡ് മാസ്റ്റർ ആയിരുന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ശരി, അപ്പോൾ മുസ്ലിം മാനേജ്മെന്റ് സ്കൂളിലൊന്നും
ഹിന്ദുക്കൾ മാത്രമേ ആകാവൂ, അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ മാത്രമേ ആവുള്ളൂ, അല്ലെങ്കിൽ മുസ്ലിങ്ങൾ മാത്രമേ, അങ്ങനെ ഒരു നിബന്ധനയില്ല. അതായത് മുസ്ലിങ്ങൾ സഹിഷ്ണുതയുള്ളവരാണ്. സഹിഷ്ണുത ഇല്ലാത്തവർ എന്ന് പറയുന്നത് ഇപ്പൊ ക്രിസ്ത്യാനികളാണ്. അവർക്ക് ഇതൊന്നും സഹിക്കാനുള്ള കെൽപ്പില്ല. അവര് അവര് പറയുന്നത് നടക്കുക. നിങ്ങൾ ആരാണ്? നിങ്ങളിവിടെ നിങ്ങളുടെ കോളനിയാ കേരളം, ഇന്ത്യ എന്ന് പറയുന്നത്? നിങ്ങൾ എവിടെ നിന്ന് ഒരു ബ്രിട്ടീഷുകാരാ? നിങ്ങൾ ഇവിടെ വന്ന് നിങ്ങൾ രാജ്യം വെട്ടിപ്പിടിച്ച് ഇവിടെ ഞങ്ങൾ പറയുന്നതനുസരിച്ച് ഇവിടെ ജീവിക്കാൻ ഒക്കുള്ളൂ. നിങ്ങൾ ആര്? നിങ്ങളെ ചവറ്റുകുട്ടിയിലാണ് നിങ്ങളുടെ സ്ഥാനം എന്ന് പറയുന്നത്. ഇവിടെ കേരളത്തിൽ നിങ്ങളെ പരിപ്പ് വേവില്ല. കേരളത്തിൽ എന്ന് പറയുന്നത് നമ്മൾ പാരമ്പര്യമായിട്ട് പഠിക്കുന്നത് ഇങ്ങനെയാണ്. ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ഒന്നിച്ച് പഠിക്കും, അവർ ഒന്നിച്ച് ആഹാരം കഴിക്കും, ഒന്നിച്ച് പിന്നെ കളിക്കും, ഒന്നിച്ച് എന്തെല്ലാം പിന്നെ കാട്ടിക്കൂട്ടും. പിള്ളേർ സെറ്റ് എന്ന് പറയുന്നത് അവരങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കും, ഓടിക്കും, ഇതെന്തെല്ലാം ചെയ്യും. അങ്ങനെ കളിച്ച് ചിരിച്ച് സന്തോഷത്തിൽ അവർ വളരട്ടെ. നിങ്ങൾ ഈ വർഗീയ ചേരിതിൽ ഉണ്ടാക്കുന്നതിനാണ്. നിങ്ങൾക്ക് അതുകൊണ്ടുള്ള പിന്നെ നേട്ടം എന്താണ്? അപ്പം മനസ്സിലുള്ള ആ സഹിഷ്ണുത ഇല്ലായ്മയാണ്. അവരത് അങ്ങനെ ഇട്ടു വരണ്ട. ഞങ്ങൾ മാത്രം ലോഹ ഇട്ടാൽ മതി, തലയും മറ്റടവും മറിച്ചതും ഒക്കെ മറച്ചും കൊണ്ട് ഞങ്ങൾക്ക് മാത്രമേ നടക്കാനുള്ള അവകാശമുണ്ട്. നിങ്ങൾ ആരാണ്? അല്ല, എനിക്ക് അറിഞ്ഞിടാത്തുണ്ട് ചോദിക്കുകയാണ്. നിങ്ങളെ പ്രത്യേകിച്ചമായി ആകാശത്ത് നിന്ന് കെട്ടിയിറക്കിയതാണ്? അല്ലല്ലോ, സാധാരണ മനുഷ്യരല്ലേ. ഈ ഇവിടെയുള്ള ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയിരുന്നാലും ആദമിന്റെ സന്തതികളാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഒരു മനുഷ്യനിൽ നിന്നും ഒരു സ്ത്രീയിൽ നിന്നും ഉണ്ടായതാണ് ഇതെല്ലാം. അപ്പൊ ഏകോദര സഹോദരങ്ങളാണ്. നിങ്ങൾക്കൊരു നിയമവും മറ്റവർക്ക് വേറൊരു നിയമവും അങ്ങനെ ഇല്ല. ഹിന്ദുവിന് സ്കൂളെന്നും മുസ്ലിമിന് സ്കൂളെന്നും ക്രിസ്ത്യാനിക്ക് സ്കൂളെന്നും അവിടുത്തെ നിയമങ്ങൾ വേറെ എന്നും പറഞ്ഞ് നടത്താൻ ഇവിടെ കേരളത്തിൽ നടക്കില്ല. അപ്പോൾ അറിയാമല്ലോ, ഛത്തീസ്ഗഡിലെ കാര്യങ്ങൾ അറിയാമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ലോഹ ഇട്ടണ്ട് വെളിയിൽ ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് കേരളത്തിന് പുറത്ത്. അത് മനസ്സിലാക്കണം. അപ്പോൾ കേരളത്തിലെ ആ പാരമ്പര്യം സംസ്കാരം ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ ഈ ലോഹയൊക്കെ ഇട്ട് അച്ഛനായിരുന്നാലും ശരി അമ്മയായിരുന്നാലും ശരി ഇറങ്ങി പുറത്ത് നടക്കുന്നത്. അത് മനസ്സിലാക്കാനുള്ള വിവേകമെങ്കിലും ഈ കന്യാസ്ത്രീ എന്ന് പറയുന്ന കന്യക അല്ലാത്ത സ്ത്രീക്ക് ഉണ്ടായില്ലല്ലോ. ആ കുട്ടിയെ ജനമധ്യത്തിൽ ആക്ഷേപിച്ച് ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കി നാടിലെ 2 വിഭാഗം ജനങ്ങളാക്കി കൂട്ടിയപ്പോഴത്തേക്കൊന്നും ഒരു ഇതും ഉണ്ടായില്ല. ഷായൻസ്കറിയാക്ക് പ്രചാരണം നടത്തിയാണ്. അത് മാനേജ്മെന്റ് സ്കൂളാകുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ള നിയമങ്ങൾ, അവന്റെ ഇഷ്ടമുള്ള നിയമങ്ങൾ അവന്റെ വീട്ടിൽ നടത്തിയാൽ മതി. പബ്ലിക് സ്കൂൾ എന്നും പറഞ്ഞ് ബോർഡും വെച്ച് ഗവൺമെന്റിന്റെ പെർമിഷൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ്. ഈ ഇഷ്ടമുള്ളവരൊക്കെ അവിടെ പഠിക്കും. ജാതി മതമൊന്നും അവിടെ നോക്കില്ല. അപ്പോൾ അതിനനുസരിച്ച് അവിടെ പഠിക്കും. ഇപ്പൊ ഷായൻസ്കറിയാക്ക് സഹിക്കാത്ത കാര്യം എന്ന് പറഞ്ഞാൽ ആളുകൾ പൊങ്കാല ഇടുന്നുണ്ട് കന്യാസ്ത്രീയുടെ മുകളിൽ, ആവശ്യം പോലെ ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോ ബീഫ് തിന്നൂലേ, പന്നിയിറച്ചി തിന്നൂലേ, എല്ലാം തിന്നുമല്ലോ നിങ്ങൾ. ഇപ്പൊ പന്നിയിറച്ചി തിന്നാത്തവരെന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ മാത്രമാണ് തിന്നാത്തത്. നിങ്ങൾ പന്നിയിറച്ചിയും തിന്നും, പോത്തിറച്ചിയും തിന്നും, പശുവിനെയും തിന്നും, ഏതും തിന്നും. അത് ഇവിടെ സുരേന്ദ്രനായിരുന്നാലും ശരി പശു ഇറച്ചിയും തിന്നും, കാളയിറച്ചിയും തിന്നും, പോത്തും തിന്നും. അപ്പൊ ഉള്ളി സുരേന്ദ്രൻ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം പോത്തിനെ കാളയെ പശുവിനെ കണ്ടാ തിന്നിട്ട് വന്ന് ഇറങ്ങി വന്നപ്പോഴത്തേക്ക് പറഞ്ഞു, സുരേന്ദ്രൻ നീ ബീഫ് കഴിച്ചെന്നാണല്ലോ ആളുകൾ പറയുന്നത്. ഞാൻ ഉള്ളിയാണ് കഴിച്ചത്, അതുകൊണ്ടാണ് ആ ഉള്ളി സുരേന്ദ്രൻ എന്ന് പേര് കിട്ടിയത്. അപ്പൊ ഷാൻസ്കറിയ, ഞാൻ നിന്നോട് പറയാണ്, നീ കുത്തിത്തിരിപ്പുണ്ടാക്കി ജനങ്ങളെ പേടിപ്പിക്കണ്ട. നീ ഇപ്പൊ പറയുന്നെന്ന് പറഞ്ഞാൽ കാസ ഇപ്പൊ എല്ലാ സ്ഥലത്തും സ്വീകാര്യമാണ്. അവര് ഭീകര സംഘടനയാണ്, അവര് വർഗീയ ഇതാണ്, തീവ്രവാദ സംഘടനയാണ്. നീ ഇപ്പൊ എപ്പോഴും പറയും മുസ്ലിങ്ങൾ തീവ്രവാദികളാണ്, SDPI തീവ്രവാദികളാണ്. SDPI എന്ന് പറയുന്ന ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് അവർ രജിസ്റ്റർ ചെയ്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അതിന്റെ നേതൃത്വത്തിൽ മുസ്ലിങ്ങൾ ഇരിക്കുന്നത് വിചാരിച്ച് ആ തീവ്രവാദം അങ്ങനെ. ഇപ്പൊ കേരളത്തിൽ 2 കേരള കോൺഗ്രസ് ഉണ്ട്, ക്രിസ്ത്യാനികളുടെ പാർട്ടിയല്ലേ. അത് തീവ്രവാദ സംഘടനയാണെന്ന് മുസ്ലിങ്ങൾ പറയുന്നില്ലല്ലോ. അപ്പൊ നിനക്കെന്ത് ഈ കുരു പൊട്ടുന്നത്? SDPI എന്ന് പറയുന്നത് അതിൽ ക്രിസ്ത്യാനി ഉണ്ട്, ഹിന്ദു ഉണ്ട്, മുസ്ലിം ഉണ്ട്. മുസ്ലിം മെജോറിറ്റിയാണ് കൂടുതൽ. അപ്പൊ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും മാത്രം ഇവിടെ രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇരുന്നാൽ മതിയാണ്. മുസ്ലിങ്ങൾ വന്നാൽ അത് തീവ്രവാദമാണ്. ഇവിടെ തീവ്രവാദമെന്നും ഭീകരവാദമെന്നും പറയുന്നത് രാജ്യദ്രോഹികളെന്ന് ദേശദ്രോഹികളെന്നും ഒക്കെ പറയുന്നു. ഇവിടെ ഏറ്റവും കൂടുതൽ ദേശദ്രോഹവും ചെയ്തിട്ടുള്ളത്, രാജ്യദ്രോഹം ചെയ്തിട്ടുള്ള കണക്കെടുത്ത് നോക്കും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളുമാണ്. അത് മെയിനായിട്ടെന്ന് പറഞ്ഞാൽ ഈ കാസ എന്താണ് ക്രിസംഗികൾ എന്നാണ് പറയുന്നത്. സംഘപരിവാറിനെ സപ്പോർട്ട് ചെയ്യുന്ന ക്രിസ്ത്യാനികളെ ക്രിസംഗി, മറ്റത് സംഘപരിവാർ ശക്തികൾ. രാജ്യത്തെ ഒറ്റുകൊടുത്തത് എപ്പോഴും ഈ 2 വിഭാഗക്കാരാണ്. മുസ്ലിങ്ങളെ ഏതെങ്കിലും ഒരു ആള് ഒറ്റുകൊടുത്തതായിട്ട് പറയാമോ? ഞാൻ വെല്ലുവിളിക്കുകയാണ്. ഒറ്റുകൊടുത്ത ചരിത്രം ഉണ്ടാകും. എറണാകുളത്ത് പെന്തക്കോസ്തുകാരുടെ സമ്മേളനം നടന്നപ്പോഴത്തേക്ക്
ബോംബ് പൊട്ടി അവിടെ, 7 പേര് മരിച്ചു, എത്ര പേര് ഹോസ്പിറ്റലായി. അന്ന് ഷായസ്കറിയൊക്കെ ആദ്യം ചാനലുകളിൽ വന്നതെന്ന് പറഞ്ഞാൽ എന്താണ്? മുസ്ലിങ്ങൾ തീവ്രവാദികൾ ഇവിടെ ബോംബ് വെച്ചെന്നാണ്. അപ്പോൾ ഷായസ്കറിയാണ് ഈ കേരളത്തിലെ ചാനലുകളിൽ ഏറ്റവും വലിയ വർഗീയവാദി, മാത്രമല്ല വർഗീയതവാദികളുടെ നേതൃത്വ സ്ഥാനത്തിരിക്കുന്നതാണ്. നല്ലൊരു മുഖ്യമന്ത്രി ആയിരുന്നെങ്കിൽ നീ അകത്ത് കിടന്ന് ഉണ്ട തിന്നുമായിരുന്നു, നീ പുറം ലോകം കാണില്ലായിരുന്നു. നിന്നെ അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇപ്പൊ നിനക്ക് കുരുവെട്ടുന്നത് ഒരു കന്യാസ്ത്രീക്ക് ആളിൽ പൊങ്കാല ഇടുന്നതുകൊണ്ട് നിനക്ക് സഹിക്കുന്നില്ല. നീ പറയാണ്, ഓ കാസ ഇപ്പൊ അങ്ങനെയാണ് ഇങ്ങനെയാണ്, എല്ലാവർക്കും സ്വീകാര്യമാണ്, അച്ഛന്മാരുണ്ട്. കുറെ തെണ്ടി അച്ഛന്മാരാണ് ഇപ്പൊ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത്. തലയെ തട്ടമിട്ടതിന് പിന്നെ അവിടെ ഇടരുതെന്ന് പറയുന്ന കുറെ തെണ്ടി അച്ഛന്മാരാണ്. നല്ല അച്ഛന്മാരൊക്കെ പറഞ്ഞു ഒരു തുണി ഇട്ടെന്ന് വിചാരിച്ചെന്ത്? എറണാകുളത്ത് തന്നെ വേറെ സ്കൂള് പിന്നെ പറഞ്ഞല്ല, നിങ്ങൾ ഇവിടെ വരും തലയെ തട്ടിട്ടുണ്ട് വരും, ഒരു പ്രശ്നമല്ല. ക്രിസ്ത്യൻ മാനേജ്മെന്റാണ് പറയുന്നത്. അപ്പോ ഈ വർഗീയ വിഷം ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ഷായസ്കറിയ നിന്നെ പോലുള്ള ആണ് ഈ പിന്നെ സെന്റ് റീത്ത സ്കൂളിലെ നിന്റെ പിന്നെ സഹോദരിയാണ്, ആരാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇനി അവര് ആരായിരുന്നാലും ശരി, ഈ കന്യാസ്ത്രീകൾ എന്ന് പറയുന്നത് എന്താ? ദൈവത്തിന്റെ ഭാര്യമാരാണ്. അത്രയും ബഹുമാനിക്കും. തിരുവസ്ത്രമെന്ന് രാജാവ് ഉറങ്ങുമ്പോൾ പള്ളി ഉറക്കുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതായത് അയാൾ ഉറങ്ങയല്ല, പള്ളി ഉറക്കം. അപ്പോൾ സാധാരണക്കാരൻ ഉറങ്ങുകയാണെങ്കിൽ ഉറക്കമാണ്. അപ്പോൾ ഇവരിട്ടിരിക്കുന്ന വസ്ത്രം തിരുവസ്ത്രം. എന്താണ് തിരുവസ്ത്രം? നീ ആളുകളെ പേടിപ്പിക്കണ്ട. നീ ഇപ്പൊ പറയണ് കാസ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും, വർഗീയ ധ്രുവീകരണം നീയാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കി നീ ഈ മുസ്ലിങ്ങളെ പേടിപ്പിക്കുകയാണ്. നീ പറയാണ് അവർ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും. നിങ്ങൾ ഒരു ക്ഷൗരവും ചെയ്യില്ല മുസ്ലിങ്ങളെ. നിങ്ങൾ ഇനിയിപ്പോ സംഘപരിവാറുകാരും ക്രിസംഗികളും നിങ്ങൾ ഒന്നാണല്ലോ. ഈ പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പൊ ഒരാഴ്ച കൊണ്ടുണ്ടായതല്ലേ. അതിനു മുമ്പ് പിന്നെ ക്രിസംഗി പിന്നെ ഈ കാസയും ഇവിടെ ഇല്ലായിരുന്ന. കാസ സൃഷ്ടി ആരുടെ സൃഷ്ടിയാണ്? BJP നേതൃത്വം കൊടുത്തുണ്ടാക്കിയതല്ലേ. അത് കുറെ തെമ്മാടി കൂട്ടങ്ങള് പിന്നെ പൈസ കിട്ടാൻ വേണ്ടി അറിയാമല്ല. അച്ഛന്മാരെന്ന് പറഞ്ഞാൽ ഒരു വിഭാഗം ദൈവഭയമില്ലാത്ത ദൈവവിശ്വാസമില്ലാത്ത ഒരു വിഭാഗം ആൾക്കാരാണ്. അതായത് PC ജോർജനും അവന്റെ മോനും അറിയാമല്ല. അവന്മാർ ഏത് കൂട്ടത്തിലും കൂടും. അവർക്ക് സ്ഥാനമാനങ്ങൾ കിട്ടിയാൽ മതി, പണമോ അല്ലെങ്കിൽ ഏതെങ്കിലും ആനുകൂല്യങ്ങൾ കിട്ടിയാൽ മതി. നീയും അത് തന്നെയാണ് ഷായസ്കറിയ. അപ്പോൾ ഇത് കിട്ടാൻ വേണ്ടി നിങ്ങൾ എന്തും ചെയ്യും. ആരെയും ഒറ്റ കൊടുക്കും, ആരെയും കൂട്ടിക്കൊടുക്കും, നിങ്ങൾ എന്തും ചെയ്യും. അപ്പൊ അതുകൊണ്ട് അത് പറഞ്ഞ് നിങ്ങളെല്ലാം കൂടെ അങ്ങ് യോജിച്ച് വിചാരിച്ച് മുസ്ലിങ്ങളെ അങ്ങനെ ക്ഷൗരം ചെയ്യാമെന്ന് വിചാരിക്കരുത്. ഷായസ്കറിയ, നീ നമ്മളെ പേടിപ്പിക്കാനും വേണ്ട. നിങ്ങൾ അല്ലെങ്കിലും ഈ തലയെ തട്ടമിടുന്ന പ്രശ്നം ഉണ്ടാവുന്നതിന് മുമ്പേ നിങ്ങൾ ഒന്നാണ്. അപ്പൊ തലയെ തട്ടമിട്ട് അവരെ ആക്ഷേപിച്ചെന്നും പറഞ്ഞ് മുസ്ലിങ്ങൾക്ക് അങ്ങനെ ഒരു സംഭവവും ഞങ്ങൾക്ക് ഉണ്ടാവില്ല. ഞങ്ങളെ നീ പേടിപ്പിക്കാൻ വേണ്ട. ഞങ്ങൾ എന്നായാലും ശരി മുസ്ലിം എന്ന് പറയുന്നത് വിശ്വസിക്കുന്നത് ഒരു മുറിവായിരുന്നാലും ശരി, ഒരു ഗുണമായിരുന്നാലും ശരി, അത് വരുന്നത് ദൈവത്തിന്റെ പക്കൽ നിന്നാണ്. അതായത് നീ വിശ്വസിക്കുന്ന ദൈവം വേറെ, ഞാൻ വിശ്വസിക്കുന്ന ദൈവം വേറെ, വേറൊരു ഹിന്ദു മതക്കാരൻ വിശ്വസിക്കുന്ന ദൈവം വേറെ എന്ന് ഒറ്റ ദൈവമേ ഉള്ളൂ. നീ അത് മനസ്സിലാക്ക്. ദൈവം ജനിച്ചിട്ടില്ല, ദൈവം ആരെയും ജനിപ്പിച്ചിട്ടേ ഇല്ല. നീ അത് മനസ്സിലാക്കണം. നിനക്ക് വിവരം എന്ന് പറയുന്നത് സ്വല്പം കുറവാണ്, ബുദ്ധി സ്വല്പം കുറവാണ്. നീ അത് മനസ്സിലാക്കണം. അതായത് ദൈവം ജനിച്ചിട്ടില്ല, ദൈവം ആരെയും ജനിപ്പിച്ചിട്ടുമില്ല, ദൈവം സൃഷ്ടിച്ചിട്ടേ ഉള്ളൂ. ആ ദൈവത്തിനെയാണ് ഞങ്ങൾ ആരാധിക്കുന്നത്. നിനക്കിഷ്ടമുള്ളത് നിനക്ക് ആരാധിക്കാം, വേറൊരാളിന് ഇഷ്ടമുള്ള അവരവരുടെ ആരാധിക്കാം. അത് അവനവന്റെ കാര്യം. ജാതിയും മതവും എന്ന് പറയുന്നത് അവനവന്റെ കാര്യങ്ങൾ, രാഷ്ട്രീയവും. അപ്പൊ അതില് ഈ വിഷം കലക്കി ജനങ്ങളെ ഇടയിൽ ഭിന്നിപ്പിക്കുന്ന നിന്റെ ഈ ഇപ്പോഴത്തെ പ്രതി, നീ ജൂതന്റെ പിണിയാളാണ്. നീ ഇപ്പൊ പോയിരുന്നല്ല, അവിടെ പോയി നിന്നെ ടെല്ലവീവില് നെതന്യാഹു സ്വീകരിച്ച് കൊണ്ടുപോയി പട്ടുമത്തയിൽ കിടത്തിയല്ല. അപ്പോൾ നിങ്ങൾ എന്തും ചെയ്യും. അപ്പൊ ആരെയും ഒറ്റ കൊടുക്കും. ഇപ്പൊ ഇവിടുത്തെ ഇനി ഇന്ത്യ ഗവൺമെന്റിന് ഇന്ത്യയെ നീ വേണമെങ്കിൽ ഒറ്റ കൊടുക്കും. നീ ഇപ്പൊ പിന്നെ ഇംഗ്ലണ്ടിൽ പോയാലും വേണമെങ്കിൽ ഒറ്റ കൊടുക്കും, പിന്നെ ഇസ്രയേലിൽ പോയി വേണമെങ്കിലും ഒറ്റ കൊടുക്കും. നിങ്ങളെന്ന് പറയുന്നത് അങ്ങനത്തെ കൂട്ടരാണ്. എല്ലാവർക്കും അറിയാം നിങ്ങളെപ്പറ്റി. ഇപ്പൊ ആളുകൾക്ക് മനസ്സിലായി. അതായത് ഇപ്പൊ ഈ സെന്റ് റീത്താസ് പബ്ലിക് സ്കൂളിലെ പ്രശ്നത്തോടു കൂടി സാധാരണ ജനങ്ങൾക്ക് ജാതിയും മതവും ഒക്കെ അവനവന്റെ കാര്യമാണെന്ന് വിശ്വസിച്ച് ജീവിച്ചു വരുന്നവർക്ക് മനസ്സിലായി ആരുടെ ഉള്ളിലാണ് കറുപ്പെന്ന്. നിങ്ങളുടെ അജണ്ട എന്ന് പറയുന്നത് തന്നെ, നിങ്ങളുടെ എപ്പോഴും നടത്തിയിട്ടുള്ള തന്നെ ഡിവൈഡ് ആൻഡ് റൂൾ. അതായത് ഇംഗ്ലീഷുകാരൻ കൊണ്ടുവന്ന് നിങ്ങൾക്ക് തന്നിട്ട് പോയതാണ്. അത് ആ ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി ഇപ്പോഴും നിങ്ങൾ നടപ്പാക്കുന്നു. അപ്പോൾ അതിനി നമ്മൾ അതുകൊണ്ട് ഈ മുസ്ലിങ്ങളെ നിങ്ങൾ പേടിപ്പിക്കേണ്ട. ഇത് പറഞ്ഞിട്ട് അത് കാസയും അതായത് ക്രിസംഖികളും സംഖ്യകളും കൂടെ അങ്ങ് യോജിച്ചു കഴിഞ്ഞാൽ മുസ്ലിങ്ങളെ അങ്ങനെ ക്ഷൗരം ചെയ്ത് പിന്നെ അങ്ങ് ഒലത്തിക്കളയൊന്ന് നീ പറഞ്ഞ് നമ്മളെ പേടിപ്പിക്കല്ലേ. നിങ്ങൾക്ക് ചെയ്യാൻ നോക്കുന്നത് നീ അങ്ങ് ചെയ്തോ, ഞങ്ങൾ അതിനെ നേരിട്ടോളാം. അതിനുള്ള ആംബിയർ ഞങ്ങൾക്കുണ്ട്. അത് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ ഇട്ടത്. നിനക്ക് നല്ലതെന്ന് പറയുന്നത് ജനങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കാതെ ഇനിയും സമയമുണ്ട്. ഞാനും നീയും ഒക്കെ
മരിക്കും. ഒരു ദിവസം മരിച്ചാലേ ഒക്കുള്ളൂ. മരിച്ച് മണ്ണിൽ പോകും. മനുഷ്യൻ മണ്ണിൽ നിന്ന് ജനിച്ചു, മണ്ണിൽ തന്നെ തിരിച്ചു പോകും. അത് മനസ്സിലാക്കി നീ പ്രവർത്തിക്കും. മരിക്കുമ്പോൾ പറയണ നല്ലൊരു മനുഷ്യനായിരുന്നു. അല്ലെങ്കിൽ മരിക്കാൻ പറയും, ഓ ഒന്ന് പോയി തൊലഞ്ഞു കിട്ടി, ഞാൻ അവനെ കൊണ്ടുള്ള ശല്യം തീർന്നു. അങ്ങനെ പറയിക്കാൻ ഇടവരുത്തരുത്. അതായത് നിന്നെയും എന്നെയും പ്രസവിച്ച് നൊന്ത് പ്രസവിച്ച മാതാവുണ്ട്, നമ്മുടെ അമ്മമാരുണ്ട്, ഉമ്മമാരുണ്ട്. അവരാ നല്ലത് പറയിക്കണം. അല്ലെങ്കിൽ പറയും, ഓ തള്ള വേറെ ഒരു ജോലിനെ ഇങ്ങനെ ഒരു ചെറ്റയെ അവൻ പ്രസവിച്ചിട്ട് ഈ നാട് കുട്ടിച്ചോറാക്കിയിട്ട് പോയെന്ന് പറയും. അതിന് ഇട കൊടുക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ആളുകൾ തമ്മിൽ സന്തോഷമായിട്ട് കഴിഞ്ഞു വിട്ടെ, നിനക്ക് എന്താണ് കുഴപ്പം? നീ ഒരു സാഡിസ്റ്റാണോ? ആളുകളെ തമ്മിലടുപ്പിച്ച് അത് കാണുമ്പോൾ, ആളുകളുടെ ദുഃഖം കാണുമ്പോൾ ഒരു സന്തോഷം അങ്ങനെ ഉള്ളിലുണ്ട്. ആ തള്ളയ്ക്ക് എങ്ങനെയായിരുന്നു? ഏത് കന്യകയല്ലാത്ത ആ സ്ത്രീ നിങ്ങൾ ആ ചാനലിന് മുമ്പിൽ ചിരിച്ചു കാണിച്ച കണ്ടില്ലേ? സ്ത്രീ നീ കണ്ട? 13 വയസ്സുള്ള ഒരു കുട്ടിയുടെ മുകളിലുള്ള ഒരു വിജയം ആഘോഷിച്ചതാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള മനസ്ഥിതി കളയണം. ഹൃദയം ശുദ്ധമാക്കി വെച്ചാല് മനുഷ്യൻ നന്നാവുള്ളൂ. മനുഷ്യത്വം മരവിച്ചിട്ടില്ല എന്ന് നീ തെളിയിച്ച് കാണിക്ക്. അതുകൊണ്ട് നീ ഞങ്ങളെ പേടിപ്പിക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവരും, കേരളത്തിലെ ജനങ്ങളെല്ലാം ഇങ്ങനെയുള്ള ദുഷ്ട മനസ്സുള്ളവരെ ഒറ്റപ്പെടുത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ജയ് ഹിന്ദ്, ജയ് ഭാരത്.